കാൺമാൻ വാഞ്ചയാൽ കാത്തിടുന്നു. എന്റെ പ്രിയന്റെ പ്രേമത്തെ ഓർക്കുമ്പോൾ എനിക്കാനന്ദം തിങ്ങുന്നു മാനസം. എൻ പ്രിയ രക്ഷകനെ നിന്നെ കാൺമാൻ വാഞ്ചയാൽ കാത്തിടുന്നു. 39 സങ്കീർത്തനം 2-3 വാക്യങ്ങൾ. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു. എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഇവിടെ ദാവീദ് രാജാവ് ധ്യാനം എന്താണെന്നും എങ്ങനെ ധ്യാനിക്കണമെന്നും ധ്യാനിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നും വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്ന സങ്കീർത്തനമാണ് 39 സങ്കീർത്തനം. 39 സങ്കീർത്തനത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നാം വായിക്കുമ്പോൾ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു സൂചന നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. പലപ്പോഴും നാം ധ്യാനിക്കാറുണ്ട്, ധ്യാനം കൂടാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ളതായ ധ്യാനത്തിൻ്റെ രീതി എന്താണെന്ന് ഇവിടെ ദാവീദ് രാജാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. താൻ പറയുകയാണ്, ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. ധ്യാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് നാം ഊമരായിരിക്കുക എന്നുള്ളതാണ്, നാം മൗനമായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മൗനമായിരിക്കുന്നതായ സമയത്ത്, നാം ഉരിയാടാതെ ഊമരായിരിക്കുന്ന സമയത്താണ് വാസ്തവത്തിൽ ധ്യാനം നടക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇരിക്കുവാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാം എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, എപ്പോഴും നാം മറ്റുള്ളവരോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് ധ്യാനത്തിൻ്റേതായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് വരുവാൻ സാധിക്കുന്നില്ല. ധ്യാനത്തിന് ഏകാന്തമായ സ്ഥലം എപ്പോഴും ആവശ്യമാണ്, ഏകാന്തത ആവശ്യമാണ്. അവിടെ സംസാരങ്ങളില്ല, ശബ്ദങ്ങളില്ല, ശബ്ദമുഖരിതമായ യാതൊരു കാര്യങ്ങളുമില്ല. അവിടെ ഏകാന്തതയാണ് അത്യാവശ്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് യാക്കോബ് തൻ്റെ കുടുംബത്തെ മുഴുവൻ യബ്ബോക്ക് കടവ് കടത്തിയതിന് ശേഷം വീണ്ടും മടങ്ങി വന്ന് ആ കടവിൽ ഏകനായി ഇരുന്നത്. താൻ വാസ്തവത്തിൽ അവിടെ ഇരുന്ന് ധ്യാനിക്കുകയായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. ഇനി ഇസ്ഹാക്കിനെ നോക്കുക. ഇസ്ഹാക്ക് ധ്യാനത്തിന് താൻ വെളിംപ്രദേശത്ത് പോയി എന്നാണ് ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിൽ അതിൻ്റെ 63 വാക്യത്തിൽ നാം കാണുന്നത്. അതിൻ്റെ മുൻപുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്ഹാക്കിന് തൻ്റെ ഭവനത്തിൽ അങ്ങനെ ഒരു സൗകര്യം ഒരു പക്ഷെങ്കിൽ ലഭിക്കുമായിരുന്നില്ല. കാരണം അനേകം ദാസീദാസന്മാരും അനേക ആടുമാടുകളും സമ്പത്തും ഒക്കെ വർദ്ധിച്ചിരുന്നതായ ആ ഒരു ഭവനത്തിൽ ഒരു ഏകാന്തമായ ഒരു സ്ഥലമോ സമയമോ തനിക്ക് ലഭിക്കാൻ സാധിക്കാതെ ഇരുന്നത് കൊണ്ടാവാം ഇസ്ഹാക്ക് വെളിംപ്രദേശത്ത് ധ്യാനത്തിനായി പോയത് എന്ന് വേണം കരുതാൻ. ധ്യാനിക്കുമ്പോൾ ഏകാന്തമായ ഒരു സ്ഥലം ആവശ്യമാണ്. അവിടെ ഇരുന്ന് നാം ധ്യാനിക്കുന്നതായ സമയത്ത് ദാവീദ് രാജാവ് പറയുകയാണ്, ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, അങ്ങനെ മൗനമായിരിക്കുമ്പോൾ എൻ്റെ സങ്കടം പൊങ്ങി വന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാം ഏകരായിരിക്കുന്ന സമയത്ത്, നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഏകാന്തമാകുന്നു, ഏകാഗ്രമാകുന്നു. അങ്ങനെ നമ്മുടെ ബാഹ്യമായ കണ്ണുകൾ അടയുമ്പോൾ നമ്മുടെ ആന്തരികമായ കണ്ണുകൾ തുറക്കുകയാണ്. ധ്യാനത്തിൻ്റെ ആദ്യ പടി അവിടെയാണ്. നമ്മുടെ ബാഹ്യമായ നേത്രങ്ങൾ അടയുകയും നമ്മുടെ ബാഹ്യമായ സംസാരങ്ങൾ ഇല്ലാതെയാവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആന്തരികമായ കണ്ണുകൾ തുറക്കുകയും നമ്മുടെ ഉള്ളം നമ്മോട് സംസാരിക്കുന്നതിന് വിടയായിത്തീരുന്നു. അങ്ങനെ നമ്മുടെ ധ്യാനം ആരംഭിക്കുന്നു, അങ്ങനെ നമ്മുടെ ആരാധന ആരംഭിക്കുന്നു. നാം ദൈവത്തെ ധ്യാനിക്കുവാനും നമ്മുടെ കർത്താവിനെ ധ്യാനിക്കുവാനും ക്രൂശിനെ ധ്യാനിക്കുവാനും നമുക്ക് സാധിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ധ്യാനത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് കർത്താവും കർത്താവിൻ്റെ ക്രൂശുമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ നാം കർത്താവിൻ്റെ അരികിലേക്ക് ചെന്ന് ഈ ക്രൂശിനെ ധ്യാനിക്കുന്നതായ സമയത്ത് നമ്മുടേതായിട്ടുള്ള ഉള്ള അവസ്ഥ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ബാഹ്യമായ നേത്രങ്ങളെല്ലാം അടയുകയും നമ്മൾ മറ്റുള്ളവരോടുള്ള സംസാരമെല്ലാം അവസാനിപ്പിക്കുകയും ചെയ്ത് നമ്മുടെ ഉള്ളം നമ്മോട് സംസാരിക്കുന്നതായ ഹൃദ്യമായ ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരികയാണ്. ആ ഒരു അനുഭവം സാധാരണഗതിയിൽ അധികം വിശ്വാസികൾക്കൊന്നും ഉണ്ടാകാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.
നാം എപ്പോഴും മറ്റുള്ളവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മോട് തന്നെ സംസാരിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നാം ഏകാന്തമായ ഒരു സ്ഥലത്തിരുന്ന് ഏകാഗ്രമായ മനസ്സോടുകൂടെ കർത്താവിനെ ധ്യാനിക്കുവാനും നമ്മുടെ ഉള്ളം കൊണ്ട് കർത്താവിനോട് സംസാരിക്കുവാനും നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനെ ധ്യാനിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാകുന്നതായ ഒരു സമയം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ സങ്കടം പൊങ്ങി വരുന്നു എന്ന് ദാവീദ് രാജാവ് പറയുകയാണ്. വാസ്തവത്തിൽ സങ്കടം പൊങ്ങി വരുമ്പോൾ എന്താ ചെയ്യാറുള്ളത്? നമ്മുടെ കണ്ണ് നിറയുമല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ സങ്കടം വല്ലാതെ വർദ്ധിച്ചു വരും. നമ്മെപ്പറ്റി തന്നെ നമ്മൾ ഓർക്കാൻ ശ്രമിക്കും. നാം കടന്നു വന്നതായ വഴികളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും. നാം അഭിമുഖീകരിക്കുന്നതായ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും. നമ്മളായിരിക്കുന്ന സാഹചര്യം നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും. അപ്പോഴാണ് വാസ്തവത്തിൽ സങ്കടം പൊങ്ങി വരുന്നത്. അങ്ങനെ സങ്കടം പൊങ്ങി വരുമ്പോൾ നമ്മുടെ കണ്ണ് നിറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ധ്യാനിക്കുന്നവരുടെ മനസ്സിൽ സങ്കടം പൊങ്ങി വന്ന് അങ്ങനെ കണ്ണ് നിറഞ്ഞ് ഹൃദയം വിതുമ്പി ദൈവസന്നിധിയിൽ ഇരിക്കുന്നതായ ഒരു സമയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ധ്യാനത്തിൻ്റെയും ആരാധനയുടെയും അനുഭവമാണ്. ക്രിസ്ത്യാനികളെല്ലാം ഞായറാഴ്ചകളിൽ ആരാധനയ്ക്കായിട്ട് പോകാറുണ്ട്. എന്നാൽ എത്ര പേർക്ക് യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുന്നുണ്ട്, ധ്യാനിക്കുവാൻ സാധിക്കുന്നുണ്ട്? ഞാൻ മിക്ക സഭകളുടെയും ആരാധനാ യോഗങ്ങളിൽ സംബന്ധിച്ചിട്ടുണ്ട്. എന്നാൽ വാസ്തവത്തിലുള്ള ആരാധന നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഹൃദയത്തിലാണ്. ഈ ആരാധനാ യോഗങ്ങളൊക്കെ ആരാധനയ്ക്കായി നമ്മെ പ്രേരിപ്പിക്കുന്നതായ ശുശ്രൂഷകൾ മാത്രമാണ്. പക്ഷേ ആരാധന നടക്കേണ്ടുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. അതിൻ്റെ ആദ്യത്തെ പടിയെന്ന് പറയുന്നത് ധ്യാനമാണ്. ഹൃദയത്തെ ഏകാഗ്രമാക്കി നമ്മുടെ ബാഹ്യമായ നേത്രങ്ങളൊക്കെ അടഞ്ഞ് നമ്മുടെ സംസാരമെല്ലാം അവസാനിപ്പിച്ച് നാം ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം കർത്താവിനെ ധ്യാനിക്കുന്നതായ സമയത്ത് സങ്കടം പൊങ്ങി വന്ന് നമ്മുടെ കണ്ണ് നിറയാനിടയായി തീരണം. അങ്ങനെയുള്ളതായ അനുഭവം എത്ര പേർക്കുണ്ടായിട്ടുണ്ട് പ്രിയമുള്ളവരെ? അതാണ് യഥാർത്ഥത്തിലുള്ള ധ്യാനം, അതാണ് യഥാർത്ഥത്തിലുള്ളതായ ആരാധന. ഭൂരിഭാഗം പേർക്കും അങ്ങനെയുള്ളതായ അനുഭവങ്ങൾ ഇല്ല എന്ന് വേണം കരുതാൻ. നാം ധ്യാനത്തിനായി പോകുന്നു, ആരാധനയ്ക്കായി പോകുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ സങ്കടം പൊങ്ങി വരുന്ന, ഹൃദയം നിറയുന്നതായ, കണ്ണ് നനയുന്നതായ ഒരു അനുഭവം ഉണ്ടാകുന്നത് തുലോം ചുരുക്കമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായൊരു വസ്തുതയാണ്. ദാവീദ് രാജാവ് പറയുകയാണ്, നാം ധ്യാനിക്കുന്നതായ സമയത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സങ്കടം പൊങ്ങി വന്ന് നമ്മുടെ കണ്ണ് നനയുന്നതായ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ നാം യഥാർത്ഥത്തിൽ കർത്താവിനെ ആരാധിക്കുന്നു. 3-ാം വാക്യത്തിൽ താൻ പറയുന്നത്, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഞാൻ എപ്പോഴാണ് സംസാരിക്കുന്നത്? അതുവരെയും ഞാൻ മിണ്ടാതെ ഇരിക്കുകയാണ്. എൻ്റെ നാവിനെ ഞാൻ അടക്കി വച്ചിരിക്കുകയാണ്. എൻ്റെ ബാഹ്യമായ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ച് എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തിക്കഴിയുമ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിക്കുന്നു. എന്താണ് താൻ സംസാരിച്ചത്? യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. അങ്ങനെ ധ്യാനത്തിൻ്റെ, ആരാധനയുടെ ഏറ്റവും ഉന്നതമായ പടിയിൽ നാം നാവെടുത്ത് സംസാരിക്കുന്നത് എന്താണ്? കർത്താവിനോട് നാം സംസാരിക്കുകയാണ്. കർത്താവേ, എൻ്റെ ആയുസ് എത്ര എന്നത് എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനാണ്. ഞാൻ എന്നെ തന്നെ നോക്കുകയാണ്. ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുകയാണ്. ഞാൻ എത്ര നിസാരനാണ്. ഞാൻ ഒന്നുമില്ലാത്തവനാണ്. ഞാൻ അവിടുത്തെ മുൻപാകെ ഏതുമില്ലാത്തവനാണ്. അവിടുന്നാണ് ഏറ്റവും ഉന്നതൻ. കർത്താവേ, എൻ്റെ ആയുസ് എത്ര എന്നതിനെ എന്നെ അറിയിക്കണമേ. ഞാൻ വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയാകുന്നു. അതുകൊണ്ട് കർത്താവേ, ഞാൻ ഏറ്റവും നിസ്സാരനാണ് എന്നുള്ളതായ ഏറ്റവും ഉന്നതമായ ഒരു ചിന്തയിലേക്ക് നാം കടന്നു വരികയാണ്. വാസ്തവത്തിൽ നമ്മളിത് ആരോടാണ് പറയാറുള്ളത്? നാം അവിശ്വാസികളോട് ചെന്ന് പറയും, ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയാകുന്നു. അതുകൊണ്ട് നിന്റെ ആയുസ് ചുരുങ്ങിയതാണ്, കർത്താവിനെ സ്വീകരിക്കുക, അല്ലെങ്കിൽ നീ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടും എന്നൊക്കെ നാം മറ്റുള്ളവരോട് പറയാറുണ്ട്. പക്ഷേ ദൈവാത്മാവ് പറയുകയാണ്, ഇത് നിന്റെ ധ്യാനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പടിയിൽ, നിന്റെ ആരാധനയുടെ ഏറ്റവും ശ്രേഷ്ഠമായ അവസരത്തിൽ നീ നിന്നോട് തന്നെ പറയുന്നതായ ഒരു കാര്യമാണ്. എന്ത്?
ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയാകുന്നു. അതുകൊണ്ട് മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. എല്ലാ ധനവും സമ്പാദിച്ചു വെച്ചിട്ട് ദീർഘനൂറ്റാണ്ടുകളിലേക്ക് അനുഭവിക്കുവാനായി സ്വരുക്കൂട്ടി വയ്ക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല, നമ്മളൊക്കെ വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. നാം സമ്പാദിക്കുന്നതായ ഈ ധനമൊക്കെ ആരാണ് അനുഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഇത് നമ്മുടെ ധ്യാനത്തിൻ്റെ സമയത്ത്, ആരാധനയുടെ സമയത്ത് നാം നമ്മോട് തന്നെ പറയുന്ന, നമ്മെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മോട് സംസാരിക്കുന്നതായ വാക്കുകളാണെന്ന് ദൈവാത്മാവ് പറയുകയാണ്. അങ്ങനെ നാം നമ്മെ തന്നെ മനസ്സിലാക്കിയിട്ട് കർത്താവിനോട് പറയുന്നു, കർത്താവേ, ഞാൻ എത്ര ക്ഷണികനാണ്, അവിടുന്ന് ഏറ്റവും ഉന്നതനാണ്, അവിടുത്തെ സന്നിധിയിലേക്ക് ഞാൻ അടുത്തു വരുമ്പോൾ ഞാൻ എത്ര നിസാരനായിട്ടുള്ളവനാണ്, ഞാൻ എന്നെ തന്നെ താഴ്ത്തുകയാണ് കർത്താവേ എന്ന് പറയാൻ ദാവീദ് ഒരുങ്ങുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടുന്നതായ ഒരു ഗുണം. പക്ഷേ നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ളതായ ഒരു കാര്യം ഒരു വിശ്വാസിയും ചിന്തിക്കുന്നില്ല. അവരവർ ചിന്തിക്കുന്നത് എന്താണ്? ഞാൻ ഏറ്റവും ഉന്നതനാണ്, എനിക്ക് അധികാരങ്ങളുണ്ട്, എനിക്ക് അവകാശങ്ങളുണ്ട്, എനിക്ക് പദവികളുണ്ട്, എനിക്ക് സഭയുടെ മുൻപാകെ, എനിക്ക് സമൂഹത്തിൻ്റെ മുൻപാകെ ശ്രേഷ്ഠമായ പദവിയിലിരിക്കുന്ന ഏറ്റവും ഉന്നതനാണ് ഞാൻ ഏറ്റവും വലിയവനാണ്, മറ്റുള്ളവരെക്കാൾ ഞാൻ ഉന്നതനാണ് എന്നിത്യാദിയുള്ള ഉന്നതമായ ഭാവമാണ് നമ്മുടെ മനസ്സിലുള്ളത്. നമ്മെ തന്നെ ഒന്ന് താഴ്ത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ആരാധനയുടെ സമയത്ത് പോലും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഏറ്റവും വലിയവരാണ് എന്നുള്ളതാണ്. എന്നാൽ ദാവീദ് രാജാവ് നമ്മെ പഠിപ്പിക്കുന്നു, ഞാൻ ഏറ്റവും എളിമപ്പെടുവാൻ തക്കവണ്ണം ദൈവം മുൻപാകെ ഞാൻ ഒന്നുമല്ല കർത്താവേ, ഞാൻ ക്ഷണികനാണെന്ന് സമ്മതിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് കർത്താവിനെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയത്തെ താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവിൻ്റെ മുൻപാകെ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ കർത്താവിനെ ധ്യാനിക്കുവാൻ നമുക്ക് സാധിക്കും. ഇന്ന് രാവിലെ നമുക്ക് കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലാം, ക്രൂശിനെ ധ്യാനിക്കാം, നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കാം. നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് പിതാവാം ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തെ ധ്യാനിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട്, നാം ഒന്നുമല്ല എന്ന് സമ്മതിച്ചുകൊണ്ട്, നമ്മുടെ ആയുസ് ക്ഷണികമാണെന്ന് സമ്മതിച്ചുകൊണ്ട് പിതാവാം ദൈവത്തിൻ്റെ മുൻപാകെ നമ്മെ താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവിൻ്റെ ക്രൂശിനെ ധ്യാനിക്കാം. ഭക്തനായ ദൈവദാസൻ ഇങ്ങനെ പാടിയിട്ടുണ്ട്, ഞാൻ നിന്നെ ധ്യാനിക്കുമ്പോൾ മനോഹരം എങ്ങനെ വർണ്ണിച്ചിടാം, വെണ്മയോടു ചുവപ്പും കലർന്നുള്ളോൻ ലക്ഷങ്ങളിൽ ഉത്തമൻ, നീ മഹാസുന്ദരൻ ആഗ്രഹിക്കത്തക്കോൻ, നീ മതിയെ എനിക്കെന്നേക്കും നിശ്ചയം, എൻ പ്രിയ രക്ഷകനെ നിന്നെ കാൺമാൻ വാഞ്ചയാൽ കാത്തിടുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളങ്ങേ ധ്യാനിക്കുന്നു, ഞങ്ങൾ അവിടുത്തെ ക്രൂശിനെ ധ്യാനിക്കുന്നു, ഞങ്ങളെ തന്നെ അവിടുത്തെ മുൻപാകെ ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ഞങ്ങളൊന്നുമല്ല കർത്താവേ, ഞങ്ങൾ ഏതുമല്ല എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഏതു മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രയാകുന്നു എന്ന് ഞങ്ങൾ വായിച്ചു. കർത്താവേ, ഞങ്ങളുടെ ക്ഷണികമായ ആയുസ്സിൽ ഞങ്ങൾ എത്ര നിസാരനാണെന്ന് കണ്ടുകൊണ്ട് ഞങ്ങൾ സമ്പാദിക്കുന്നത് ആരനുഭവിക്കുമെന്ന് വാസ്തവത്തിൽ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ കർത്താവേ. അത്രമാത്രം നിസാരരായ ഞങ്ങൾ അവിടുത്തെ മുൻപാകെ ഇന്ന് രാവിലെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. അവിടുന്ന് ഏറ്റവും ഉന്നതനായിട്ടുള്ള, സർവശക്തനായ, സർവവ്യാപിയായ, സർവാധികാരിയായ, സർവത്തിൻ്റെ ഉടമസ്ഥനായ അവിടുത്തെ മുൻപാകെ, സർവശക്തനായ അവിടുത്തെ മുൻപാകെ കൃമികീടങ്ങളാകുന്ന ഞങ്ങൾ അടുത്ത് വന്നിരിക്കുന്ന കർത്താവേ, ഞങ്ങളെ ദൈവമക്കളാക്കുവാൻ അവിടുന്ന് പ്രസാദിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പുത്രനെ കാൽവറി കൊലക്കളത്തിൽ തകർത്ത് കളഞ്ഞ് ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ അവിടുത്തെ മുൻപാകെ ഞങ്ങൾ അടുത്ത് വരുന്നു. ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവ്, ഇന്നത്തെ ദിവസം മുഴുവനും ഈ സന്തോഷത്തോടെ, ഈ സമാധാനത്തോടെ ജീവിപ്പാൻ, സുരക്ഷിതരായി ജീവിപ്പാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്താട്ടെ. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. വെണ്മയോടും ചുവപ്പും
കലർന്നുള്ള ലക്ഷങ്ങളിലുത്തമൻ. നീ മഹാസുന്ദരൻ ആഗ്രഹിക്കത്തക്കോൻ, നീ മതിയേ എനിക്കെന്നേക്കും നിശ്ചയം. എൻ പ്രിയ രക്ഷകനേ, നിന്നെ